ഞാൻ Sonu. അപ്പോ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ വെച്ചുള്ള ഒരു ഐറ്റമാണ്. ചിക്കൻ വെച്ച ഐറ്റം, അതിന്റെ പേര് ചിക്കൻ ഗുൽഗുൽ മാഫി എന്നാണ്. പേര് കേട്ടാലും പേടിക്കണ്ട, അത്ര എളുപ്പമായിട്ടുള്ള ഒരു ഡിഷാണിത്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിന് വേണ്ടത് ചിക്കൻ എടുക്കാം. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അത് വരഞ്ഞു വെക്കുക. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ കോഴിക്ക് പറ്റാനുള്ള മസാല ഉണ്ടാക്കുക. അപ്പൊ മസാല ഉണ്ടാക്കാൻ ആദ്യം മെയിൻ നമുക്ക് കുറച്ച് ഐറ്റംസ് ആവശ്യമുണ്ട്. ആദ്യം വേണ്ട നമുക്ക് വെളുത്തുള്ളി വേണം, പിന്നെ അടുത്തായിട്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില, ഇഞ്ചി. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ എടുത്ത് അരയ്ക്കുന്ന മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അപ്പൊ ആദ്യം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മിക്സിയിൽ അരച്ച് നമ്മുടെ അരപ്പ് ഏകദേശം അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതിന്റെ കൂടെ മിക്സ് ചെയ്യേണ്ട സാധനങ്ങളാണ്. നമ്മൾ കുറച്ച്, അതായത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഉപ്പ് ചേർക്കണം, പിന്നെ നാരങ്ങാനീര് ചേർക്കണം, പിന്നെ തൈര് ചേർക്കണം. അപ്പൊ ഇനി ചെയ്യേണ്ടത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യണം. പിന്നെ ഉപ്പ് എടുക്കണം. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിന് പിന്നെ നോക്കി ചേർക്കാവുള്ളൂ കേട്ടോ. പിന്നെ തൈര് വേണം. തൈരെടുത്തു. പിന്നെ നാരങ്ങാനീരാണ്. നാരങ്ങാനീരും ആവശ്യത്തിന് എടുത്ത് ചേർക്കാൻ. ഇപ്പൊ ഒരു അളവ് പറയാനായിട്ട് പുള്ളിയുടെ ഇതനുസരിച്ച് ചെയ്താൽ മതി. ഇതേ കണ്ടോ, ഇപ്പൊ അതേ അരപ്പും പൊടികളും എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പുളിയൊക്കെ നോക്കിക്കോണം. നാരങ്ങാനീരും തൈരിന്റെ പുളി കൂടുതലാണെങ്കിൽ നാരങ്ങാനീര് കുറച്ചു, അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇനി ഇതെടുത്ത് ചിക്കനില് മിക്സ് ചെയ്യാം. നന്നായിട്ട് കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന ചിക്കനാണ്. എന്തായാലും ഈ അരപ്പ് മൊത്തം ഈ ചിക്കന് വേണം, എന്നാലേ ടേസ്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. വരഞ്ഞു വെച്ചിട്ടുണ്ട്. വരഞ്ഞു വെച്ചില്ലെങ്കിൽ അകത്തൊന്നും നന്നായിട്ട് അതിന്റെ ആ മസാലയൊന്നും കേറത്തില്ല, രുചി അധികം കിട്ടത്തില്ല. ഇതേ നോക്കിയേ, ഞാനിവിടെ നമ്മൾ ഈ അരച്ചു വെച്ച മൊത്തം അരപ്പും എടുത്ത് നമ്മുടെ ചിക്കനില് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 1 മണിക്കൂർ ഇങ്ങനെ തന്നെ പരട്ടി വെക്കണം. എത്ര നേരം പരട്ടി വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പൊ ഞാനിപ്പോ 1 മണിക്കൂർ വെക്കുകയാണ്. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകേണ്ടത്. അപ്പോ നമ്മുടെ അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു കുക്കർ എടുക്കുക. നമ്മുടെ ഈ ചിക്കൻ കുക്കറിൽ ഇറങ്ങിയിരിക്കണം. അപ്പം കുക്കർ കുറച്ച് ചൂടായി വരുമ്പോ നമ്മൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോ ഇവിടെ വെളിച്ചെണ്ണയാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാന്ന് വെച്ചാൽ ഓയിൽ ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരണം. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ചിക്കൻ എടുത്ത് കുക്കറിലേക്ക് ഇറക്കി വെക്കുക ചെയ്യുന്നത്. അപ്പൊ കുക്കർ ഈ ചിക്കന്റെ കാലൊന്നും മടന്നു പോയിരിക്കാൻ ഞാൻ ചെറുതായിട്ട് ഈ വാഴയുടെ ഇല വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ തന്നെ ചിക്കൻ കിട്ടും. ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ചിക്കൻ വെച്ചു. അത് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി നമ്മുടെ കുക്കർ അങ്ങ് അടച്ചു വെച്ചേക്കാം. ഒരു 15-20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് വേകണം. അപ്പം നമ്മുടെ കുക്കർ
തുറക്കുകയാണ്. ഒരു 20 മിനിറ്റ് ഇതിന്റെ അകത്തിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പൊ അതേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു അതിന്റെ അകത്ത് വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ അതേ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. ഗ്രേവി ഒക്കെ പിടിച്ച് കിടപ്പുണ്ട്. ഇതിനി നമുക്ക് വറക്കാനുള്ള ഒരു പാനിലോട്ട് മാറ്റാം. ഇത് നോക്കി നമ്മുടെ ചിക്കൻ വെന്തത് നമ്മൾ ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. പാനിലോട്ട് മാറ്റുന്നതിന് മുന്നായിട്ട് ആ പാനിൽ കുറച്ച് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിക്കണം. പിന്നെ നമ്മുടെ വെന്ത ആ ചിക്കന്റെ വെള്ളം ഉണ്ടല്ലോ കുക്കറി കിടക്കുന്നത്, അതും കൂടെ നമ്മുടെ പാനിന്റെ അകത്തേക്ക് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എല്ലാ ഭാഗവും നിങ്ങൾ ഒന്ന് മുരിച്ചെടുക്കുക. അപ്പൊ ദേ നോക്കിയാൽ നമ്മുടെ ചിക്കൻ ഗുൽഗുൽ മാഫി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് മാറുന്നതിന് മുന്നേ സെർവ് ചെയ്യാം.